ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലോക്കപ്പിൽ കിടക്കുന്ന ഗുണ്ട സത്യമെല്ലാം വിളിച്ചു പറയും. അവനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഫോഴ്സിലുണ്ട്. അത് നീ മറക്കണ്ട. എന്റെ സ്ത്രീ ഗർഭിണിയാണെന്ന് നിങ്ങളോട് ഒന്നിലധികം പ്രാവശ്യം ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് വന്നോ? ആ എണ്ണം കെട്ടവളെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. ഇനി മേല നിങ്ങളുടെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചേക്കരുത്. ഞാൻ നിങ്ങളുടെ മോനുമല്ല. കുഴപ്പമാവോ അമ്മേ? നീ പേടിക്കാതിരിക്കേ, ഒന്നും വരില്ല. അതല്ല അമ്മേ, കേരള പോലീസ് മണ്ടന്മാരൊന്നുമല്ല. അവര് പല വഴിക്ക് ചിന്തിക്കും. അവസാനം ഇത് മാറി മറിഞ്ഞ് അന്വേഷണം നമ്മുടെ നേർക്ക് വരുമോ? എടാ, ആദ്യത്തത് കഴിഞ്ഞു കിട്ടിയില്ലേ? ആ ഗുണ്ട സജി എന്റെയോ നിന്റെയോ പേര് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പോലീസ് പാഞ്ഞിങ്ങോട്ട് വരില്ലായിരുന്നോ? അതുണ്ടായില്ലല്ലോ. അത് ശരിയാ. അവൻ മാറ്റർ മാറ്റി പറഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ പെട്ടുപോയനെ. പ്രതാപനെല്ലാം അറിഞ്ഞു. അവനെ ചെന്നൈന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. കുഴപ്പമാവോ അമ്മേ? അംബിക ഈ അംഗം തുടങ്ങിയിട്ടെ കാലം കുറേയായി. ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടുവാ എന്റെ അംഗം. തോൽക്കില്ല എന്ന അടിയുറച്ച ആത്മവിശ്വാസം, അതാ എന്റെ ശക്തി. നീ ധൈര്യമായിരിക്കെ. പക്ഷേ ഇനിയൊരവസരം ജഗന്നാഥന് കൊടുക്കരുത്. കണ്ടാൽ ഉടനെ കൊന്നേക്കണം. സത്യം പറയില്ലെന്ന് നീ എത്ര വാശി പിടിച്ചാലും ഇവിടെ നിനക്ക് രക്ഷയില്ല. നിന്നെ കൊണ്ട് ഞങ്ങൾ അത് പറയിപ്പിച്ചിരിക്കും. ഞങ്ങളുടെ കൈ ഒടിയും വരെ നിന്നെ ഇടിക്കും. നീയൊക്കെ ചത്താലും ഞങ്ങൾക്കൊരു കുന്തവുമില്ല. പറയടാ, രാജുവിനെ കൊല്ലാൻ നിനക്ക് ആരാ കൊട്ടേഷൻ തന്നത്? പറയാൻ പറയടാ. ഇവനേതാ? രാജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ആരാ? ദൈവനാ സർ. പറടാ, ആരുടെ നിർദ്ദേശപ്രകാരോ നീ രാജുവിനെ കൊല്ലാൻ ഒരുങ്ങിയത്? പറടാ. മറ്റാരും പറഞ്ഞിട്ടല്ല, എനിക്ക് അയാളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാ. അപ്പൊ നീ സത്യം പറയില്ലല്ലേ? ആരാണ് ഇതിന്റെ പിന്നിലെങ്കിലും എന്റെ കൈ ഉണ്ടായിരിക്കും അവന്റെ അന്ത്യം. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. നാളെ നേരം വെളുക്കുമ്പോ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിരിക്കണം. ഇന്ന് രാത്രി സാർ ഉറങ്ങുന്നതിന് മുൻപ് സാറിനുള്ള ഉത്തരം ഞങ്ങൾ തന്നിരിക്കും. ഇതിന്റെ പിന്നിലുള്ള കോൺസ്പിറൻസി അതിൽ ആരൊക്കെ ഉണ്ടെന്ന് കൃത്യമായി കണ്ടെത്തി എന്നെ അറിയിച്ചിരിക്കണം. യെസ് സർ. സർ, ഇങ്ങോട്ട് വാടാ. പറയടാ. പറയാൻ എടാ, പറയടാ. ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ. ഈ ഗുണ്ടകളൊക്കെ ഇറക്കിയത് ആരായിരിക്കും? ഇതൊരു കൊട്ടേഷൻ അല്ലേ? ആരായിരിക്കും കൊട്ടേഷൻ നൽകിയത്? അതൊന്നും നമുക്കറിയില്ലല്ലോ സർ. പോലീസ് പിടികൂടി ആ ഗുണ്ട തന്നെയല്ലേ സൂര്യമംഗലത്ത് കയറിയത്? ആ അതെ, അവൻ തന്നെ. അവനിനി തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു നുണ പറഞ്ഞതാണെങ്കിലോ? അവനെന്തിനാ അങ്ങനെ വെറുതെ നുണ പറയുന്നേ? നീ ഇരിക്കടാ. അവനെ മറ്റാരെങ്കിലും ലക്ഷ്യമിട്ടതാണെങ്കിലോ? എന്ത് മണ്ടത്തരമാ ചേച്ചി ഈ പറയുന്നേ? മറ്റാരെങ്കിലും ലക്ഷ്യമിട്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ പോരെ? അതും ശരിയാ. അത് രാജുവിന് നമ്മൾ വിചാരിക്കാത്ത ശത്രുക്കൾ കാണും.
രാജുവിന് ആകെയുള്ള ശത്രുക്കള് ഇതിനകത്തുള്ള ചിലര്. അതെന്താടാ നീ ഒരു മുള്ളും മുനയൊക്കെ വെച്ച് സംസാരിക്കുന്നേ? ഞാൻ ഉള്ള സത്യമോ പറഞ്ഞത്. അത് കേൾക്കുമ്പോ ചിലർക്ക് ചിലപ്പോ പിടിച്ചില്ലെന്ന് വരും. ഉം. ആ, പ്രതാപൻ വിവരങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആ ക്രിമിനലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ അവൻ വിട്ടൊന്നും പറയുന്നില്ല. രാജുവിനെ കൊല്ലാൻ ആളെ ഇറക്കിയത് ആരാണെന്ന് എനിക്കറിയണം. ഞാനത് കണ്ടുപിടിക്കും. രാജുവിനോട് ശത്രുതയുള്ളത് ഇവിടെ ചിലർക്ക്, അതെനിക്കറിയാം. നീ കൊണ്ട് നീ എന്നെ എന്താണ് നിന്റെ മുഖത്തൊരു പതർച്ച? പതർച്ചയോ? ഞാനെന്തിനു പതറണം? അതെ, അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. നീ ഇന്ന് എവിടെയായിരുന്നു? ഞാനിന്ന് പലയിടത്തും പോയി. ആ കൂട്ടത്തില് ടൗണിലും പോയി. കണ്ട കവലച്ചട്ടപ്പികളും ഗുണ്ടകളുമായിട്ടൊക്കെ നിനക്ക് നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം. അതൊക്കെ വല്യമാവന് തോന്നല. എനിക്കത്ര ആളുകളായിട്ടൊന്നും യാതൊരു പരിചയവുമില്ല. നിനക്ക് എന്റെ മരുമകൻ രാജുവിനോട് കുറെ കാലമായി ശത്രുതയുണ്ടെന്ന് എനിക്കറിയാം. രാജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് നീയാണോന്ന് എനിക്കറിയണം. പ്രതാപ, വല്യമാനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് എന്ന് കരുതി എന്ത് കുറ്റം എന്റെ പേരിൽ ചാർത്താന്ന് കരുതരുത്. അപ്പോ നിനക്കൊന്നും അറിയില്ലെന്നാ നീ പറഞ്ഞു വരുന്നത്? അതെ, എനിക്കൊന്നും അറിയില്ല. ലോക്കപ്പിൽ കിടക്കുന്ന ഗുണ്ട സത്യമെല്ലാം വിളിച്ചു പറയും. അവനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഫോഴ്സിലുണ്ട്. അത് നീ മറക്കണ്ട.